അപ്പോൾ ഉണ്ടല്ലോ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ കഴിക്കുമ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടിരുന്നില്ലെങ്കിൽ ഒരു സുഖവും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ അല്ലുക്കൂട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലുമോനെ ഒരു നല്ലൊരു സിനിമയുടെ അവൻ ഇട്ടതോ ഏതോ ഒരു പൊട്ട സിനിമ, ഏതോ ഒരു തെലുങ്ക് മൂവിയായിരുന്നോ. കണ്ട് 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 ഞാൻ പാത്രം വെച്ചിട്ട് ടി വിയുടെ മുമ്പിലൊന്നും വന്ന് കിടന്നേ ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയത് ഒരു വിധം അറിയില്ല. അങ്ങനെ കളരി ക്ലാസ്സിന് പോകേണ്ട സമയമായപ്പോഴാണ് എല്ലാവരും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ധൃതി പിടിച്ച് മഴയ്ക്ക് മുമ്പ് കളരി ക്ലാസ്സിനെത്തി. അവിടുന്ന് കളരി ക്ലാസ്സും കഴിഞ്ഞപ്പോഴാണ് അരുൺ റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നുള്ള വിളി വന്നത്. അങ്ങനെ ഓടിപ്പോയി അരുണിനെയും പിക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞ് പോയപ്പോൾ ഏകക്കുട്ടി എൻ്റെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ട് ലേസ് വാങ്ങിപ്പിക്കുകയാണ്. അല്ലുകൂട്ടനെ അവിടെ എല്ലാം തകിടം പറഞ്ഞ് നോക്കിയിട്ട് അവനുള്ള ഒന്നും കിട്ടിയില്ല. അതാ കണ്ടല്ലോ, ഈ കള്ളിപ്പെണ്ണ് കവറ് പൊട്ടിച്ച വഴിക്ക് അവിടെ എല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവളുടെ വക ഒരു വലിച്ച ചിരിയും. അങ്ങനെ വരുന്ന വഴിക്ക് വേറൊരു ബേക്കറിയിൽ കയറി അല്ലുക്കുട്ടന് വേണ്ടുന്നതും ഏക്കുട്ടിക്ക് വേണ്ടുന്നതും എല്ലാം വാങ്ങിക്കുകയാണ്. ഏക്കുട്ടിക്ക് ഒന്നും വേണ്ട അച്ഛാന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് അവസാനം അവിടെയുള്ള എല്ലാം വാരി കൂടിയിട്ടുണ്ട്. ഇത്രയൊക്കെ